പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ എന്റെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഓരോ മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കർണാടക സ്റ്റേറ്റിലെ അതേ കർണാടകയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന കൊടക് ജില്ല, ആ കൊടക് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ എരുമാട് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഉപ്പാപ്പ സയ്യിദുനാ ഹസനു സഖാഫിൽ ഹദ്റമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെ ഉറൂസ് ഇതേ വരുന്ന ഫെബ്രുവരി 28 എമ്മമാടുവിനല്ലി നടയിരിതേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ ഉറൂസിലേക്ക് ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ മുഅ്മിനീങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. സൂഫി ഷഹീദ് തങ്ങളെ കുറിച്ച് സിയാറത്ത് ചെയ്യാത്തവര് വളരെ കുറവായിരിക്കും. വലിയ അത്ഭുതമുള്ള മഖാമാണ്. കഴിഞ്ഞ മാസം 12-ാം തീയതി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഹഫിദഹുല്ലാഹു വറആ കൊടക് ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ ഗോൾഡൻ ജൂബിലിയുടെ സമ്മേളനത്തിന് പങ്കെടുക്കാൻ എമ്മമാടിലേക്ക് എരുമാടിലേക്ക് വന്നപ്പോ സുൽത്താനുൽ ഉലമ മഖാം ഇറങ്ങിയിട്ട് അല്പസമയമല്ല ചെലവഴിച്ചത്, ധാരാളം സമയം അവിടെ ഇരുന്ന് ഖുർആൻ ഓതി ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ ചുറ്റുവട്ടമുണ്ട്. ഉസ്താദ് അവറുകൾ അവിടെ വെച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് സൂഫി ഷഹീദ് തങ്ങളെ മുൻനിർത്തിയിട്ട് ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സുൽത്താനുൽ ഉലമയുടെ ആഫിയത്തിന് ദീർഘായുസ്സിന് ദുആ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആ എരുമാടിൽ അന്തിറങ്ങുന്ന സൂഫി ഷഹീദ് തങ്ങളുടെ പട്ടാളം ആ ഒരു സംഭവം പറഞ്ഞുകൂടി ഞാൻ നിർത്തുകയാണ്. ആരെന്നറിയോ? തേനീച്ച കൂട്ടങ്ങളാണ്. അവിടുത്തെ ഉറൂസ് തീരുമാനിച്ച് ഡേറ്റ് അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പള്ളി മിനാരത്തിന്റെ പള്ളിയുടെ കുമ്പയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നുകൊണ്ട് ഈ തേനീച്ച കൂട്ടം ഇങ്ങനെ നിൽക്കുകയാ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോഴും അവിടെ വന്നു. ഇത് അവിടുത്തെ പട്ടാളമാണ്. റൂസിന് വരുന്നവരെ നിയന്ത്രിക്കാനാണ്. അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാറില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാര് വന്നാൽ അവിടെ കൊടുക്കുന്ന അന്നദാനം, അന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം കൊടുക്കുന്ന ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ജനങ്ങൾ ആയിരക്കണക്കായ ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ അവിടെ 1-1.5 മണിക്കൂർ കൊണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഉത്തരില്ല, തള്ളരില്ല, അപശബ്ദങ്ങളില്ല, അട്ടഹാസമില്ല, തൂക്കിവിളിയില്ല. നൂറുകണക്കായ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, നമ്മുടെ കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് വളരെ സുഖകരമായിട്ട് കൈകെട്ടിയിട്ട് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. എന്തൊരു അച്ചടക്കമുള്ള സമുദായമാ, എന്തൊരു ആദരവുള്ള സമുദായമാ. അവര് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളോട് പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. എമ്മമാട് ഉറൂസിക ഞങ്ങൾ വരുന്നത് അവിടെ ഒന്ന് അത്ഭുതം കാണാനാണ്. ഞങ്ങൾക്ക് പണികളില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ല. ഇതവിടുത്തെ കറാമത്ത് കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്ക് ആ വയലിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പോ ഈ മംഗലപ്പെട്ടയിൽ ഒരുമിച്ച് കൂടിയ എത്രയോ പേര് അവിടെ വന്നവരുണ്ട്. ഈ വർഷവും നിങ്ങൾ വരണം. ഈ വരുന്ന 24-ാം തീയതി തിങ്കളാഴ്ചയാണ് അതിന്റെ അന്നദാനം നടത്തുന്നത്. അവിടെ ഒരു അനിഷ്ട സംഭവം നടന്നാൽ അവിടെ നിയന്ത്രിക്കാൻ, ഒരു അപശബ്ദമുണ്ടായാൽ നിയന്ത്രിക്കാൻ അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത വലിയ സൈന്യമാണ് തേനീച്ച കൂട്ടങ്ങൾ എന്നുള്ളത്. ആസിം റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊല ചെയ്തിട്ടപ്പോ അവിടെ അവസാനം ശത്രുക്കൾ തീരുമാനിച്ചു ആസിം തങ്ങളുടെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ച് ഓരോ സ്ഥലത്തേക്ക് വലിച്ചെറിയണമെന്ന് തീരുമാനിച്ചു വന്നപ്പോ ആസിം റളിയല്ലാഹു അൻഹു വഫാത്തിന് മുമ്പ് ദുആ ചെയ്തു, യാ റബ്ബ് യാ അല്ലാഹ്, എന്റെ ശരീരം കൊന്നുകളഞ്ഞ എന്റെ ഭൗതിക ശരീരത്തെ ശത്രുവിന് നീ വിട്ടുകൊടുക്കല്ല അല്ലാഹ്.
ആസിം തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ശത്രുക്കളെ കൊന്നു കൊലപ്പെടുത്തിയിട്ട് അവിടുത്തെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ച് കളഞ്ഞ് ചാടാൻ വേണ്ടി വന്നപ്പോ കടന്തര് കൂട്ടങ്ങൾ ഇറക്കിയിട്ട് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ വലിയ പട്ടാളമായി അല്ലാഹു തആല കടന്തര് കൂട്ടങ്ങൾ ഇറക്കിയിട്ട് ശത്രുക്കൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതേ രൂപത്തിലാണ് എരുമാട്ടിന് സൂഫി ഷഹീദ് തങ്ങളെ പട്ടാളം തേനീച്ച കൂട്ടം കേട്ടോ. ഇതൊരു വഹാബിക്കും ഒരു സലഫിക്കും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കും ഒരു തബ്ലീഗുകാരനിക്കും ഒരു കള്ളത്വരീഖത്തുകാരനും നിഷേധിക്കാനോ എതിർക്കാനോ കഴിയില്ല. പച്ചയായ നിലക്ക് ലാഹിറായ നിലക്ക് വ്യക്തമായ നിലക്ക് എരുമാടിന്റെ മണ്ണിൽ കാണാൻ കഴിയുന്നു. ഉറൂസിന്റെ ഇതിന്റെ ഭാഗമായിട്ട് പള്ളിക്ക് പെയിന്റടിക്കുമ്പോ തേനീച്ച കൂട്ടങ്ങൾ വന്നു നിന്നിരുന്നു. ആ സ്ഥലമെത്തിയപ്പോ അവിടെ മാത്രം അടിക്കാണ്ട് നിന്നാൽ ഒരു വൃത്തി അഭംഗിയായി കാണും. അപ്പോഴാണ് വന്ന തേനീച്ച കൂട്ടങ്ങൾ ആ സ്ഥലമെത്തിയപ്പോ അവർ അവിടെ നിന്ന് മാറി. എന്നിട്ട് പെയിന്റ് അടിച്ച ഉടനെ അതേ സ്ഥലത്ത് വന്നിട്ട് കഴിഞ്ഞ ആഴ്ച അതേ സമയത്ത് അവിടെ വന്നു നിന്നു. ഈ അത്ഭുതം കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ, എമ്മമാട് ഉറൂസിന് ഇരുമാട് ഉറൂസിന് നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാർ